മരണവീട്ടിലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അയാളുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ളതാണ്. കാരണം ഈ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത്രയും അതെല്ലാം വെറും അടിസ്ഥാനരഹിതമായ പൊള്ളയായ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ മാത്രമാണെന്ന് പൊതുജന മധ്യത്തിൽ ഒരു സംസാരമുണ്ട്. അത്തരത്തിൽ ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇത് കോൺഗ്രസ് ഈ ജനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അനുഭാവികൾ ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് അത് നേതൃത്വത്തിനെതിരോ അതല്ലെങ്കിൽ നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയോ അതല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരരുതെന്ന് ആഗ്രഹിച്ചിട്ടോ ഒന്നുമല്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ യുവ നേതാവ് അയാളുടെ പ്രവർത്തനങ്ങൾ അത് പൊതുസമൂഹത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ മുറവിളി കൂട്ടുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലെയാണ് പി തങ്കച്ചൻ ആദരാഞ്ജലികൾ നേരുകയാണ്. ആദ്യം തന്നെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്, കോൺഗ്രസിന്റെ മന്ത്രിയായ നേതാവ്, സ്പീക്കർ ആയിരുന്ന നേതാവ്, UDFന്റെ കൺവീനർ ആയിരുന്ന നേതാവ്, ഒരു കാലത്ത് ഇന്ന് സണ്ണി ജോസഫ് ഇരിക്കുന്ന കസേരയിൽ KPCCയുടെ പ്രസിഡന്റ് ആയിരുന്ന നേതാവ്, ഈ നേതാവ് വിട പറഞ്ഞിരിക്കുകയാണ്. വാർദ്ധക്യ സഹജമായ ഒരുപാട് പ്രായാധിക്യം കൊണ്ടുള്ള ചില അസുഖങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, കഴിഞ്ഞ ദിവസം അവര് ആശുപത്രിയിൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കുറച്ച് ഗുരുതരമായിരുന്നു എന്നുള്ള രീതിയിൽ പ്രതിപക്ഷ നേതാവ് ഇന്നലെ സംസാരിക്കുകയുണ്ടായി. ഇന്നലെ ഈ പി തങ്കച്ചന്റെ മരണ വാർത്ത പുറത്തറിഞ്ഞ ഉടനെ നിരവധി കോൺഗ്രസ് നേതാക്കളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത്. അക്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പി തങ്കച്ചന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്.